ഹലോ അസ്സാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുന്നതെന്നുള്ള റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ. അവിയൽ ഉണ്ടാക്കാൻ അത്ര വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ. നമുക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാനും ആൾക്കാർക്കൊക്കെ അവിയലാവും. നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് അവിയൽ തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എങ്ങനെ ഉണ്ടായിരുന്നില്ല കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അവിയൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെളിച്ചെണ്ണ മാത്രം എടുക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചേന നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണം ചേന എടുത്തിട്ട് ഇതിലല്ലാതെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. പിന്നെ മുരിങ്ങക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണ് ഉള്ളത് വെച്ചാൽ പച്ചക്കറി ഏതൊക്കെയുള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ബീൻസ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചക്കായ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വഴുതനങ്ങ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതേക്ക് പച്ചമുളക് ചതച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പച്ചമുളക് വേണമെങ്കിൽ കീറി വേണമെങ്കിൽ ഇടാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാട്ടോ. ഞാൻ ചതച്ചിട്ടാണ് ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി, പിന്നെ ഇപ്പോൾ ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ പാടെ കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് വേകാൻ ആവശ്യത്തിന് കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 1 കപ്പ് എടുത്തിട്ട് അതിൻ്റെ പകുതി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, കുറച്ച് മാത്രം മതി. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നല്ലവണ്ണം എന്ന് പറഞ്ഞാൽ ഹാഫ് വേഗമുള്ളൂ നമ്മൾ അവിയൽ ഉണ്ടാക്കുമ്പോൾ വേവിച്ചെടുക്കാറുള്ളൂ. ഇനി ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. വേപ്പില ഇടാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു, അത് ഫസ്റ്റ് നമ്മൾ മസാലകളൊക്കെ ചേർത്ത സമയത്ത് വേപ്പിലമ്പാട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ വേപ്പിലമ്പാട് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കണം. നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 മുറി തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ്, അതും പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരി നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമെന്ന് വെച്ചാൽ അതും പാട് ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുത്തിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. നമ്മുടെ തേങ്ങ ഇതിലെ ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുക്കാൻ മാത്രമേ പറ്റുള്ളൂ കേട്ടോ, നല്ലോണം അരച്ചെടുക്കരുത്, ഒന്ന് കറക്കി എടുത്താൽ മതിയാവും. അപ്പം നമ്മുടെ പച്ചക്കറികളൊക്കെ ഹാഫ് വേഗമായി വന്നിട്ടുണ്ട്. ഇതിലുള്ള നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നടുവിൽ ഇങ്ങനെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലേക്കാണ് നമ്മൾ തേങ്ങ ചതച്ചത് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊന്ന് ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പൊത്തി വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് വെറും ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ.
അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ചതവൊക്കെ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് തീ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി, കാരണം ഇതിൽ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് തൈരാണ് കേട്ടോ. അപ്പോൾ തൈരുമാട് ചേർത്തിട്ട് വീണ്ടും ഇതുപോലെ നമ്മൾ നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതൊക്കെ ഉടഞ്ഞ് പോകാതെ മെല്ലെ ഇങ്ങനെ ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം മിക്സ് ആയതിന് ശേഷം തൈര് ഒന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും പാടെ മിക്സ് ആക്കിയതിന് ശേഷം ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര പണിയുള്ളൂ കേട്ടോ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഇതുപോലെ മറക്കാതെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം ഞാനിതൊരു വാഴയിലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി അവിയൽ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എങ്ങനെയുണ്ടായിരുന്നല്ലേ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസുമായിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.